കോഴിക്കോട്ടെ സാഹചര്യമായി സിനോജ് ഉണ്ട്. സിനോജ്, എന്താണ്? കോഴിക്കോടും ചൂട് കൂടുതലാണല്ലോ ഇപ്പോൾ. പലയിടത്തും ചൂട് 5 ഡിഗ്രി വരെ ഉയരും എന്നുള്ള മുന്നറിയിപ്പുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. കോഴിക്കോട് മുന്നറിയിപ്പ് എങ്ങനെയാണ്? സ്മൃതി, ഞാനുള്ളത് കോഴിക്കോട് നഗരത്തിലാണ്. ഇപ്പോൾ നിലവിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് 33 ഡിഗ്രി ചൂടാണ് കോഴിക്കോട് നഗരത്തിൽ. ഇന്നലെ വളയത്ത് ഒരു അംഗനവാടി ടീച്ചർക്ക് സൂര്യാഘാതം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 11 മണി മുതൽ 3 മണി വരെ അധികം ആളുകൾ പുറത്തിറങ്ങരുത്, അത്യാവശ്യം പുറത്തിറങ്ങാനൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജോലി എടുക്കേണ്ട ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഞാൻ നിൽക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ മുൻപിലാണ്. ഇവിടെയൊക്കെ തന്നെ ആളുകളെ സഹായിക്കാൻ വേണ്ടി അപേക്ഷയൊക്കെ തന്നെ എഴുതി കൊടുക്കാൻ വേണ്ടി ചേട്ടന്മാരൊക്കെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ചെറിയൊരു കുടയൊക്കെ വെച്ചാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ടാറിംഗ് റോഡിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ചൂടാണ് മുഖത്തേക്ക് അടിക്കുന്നത്. ചേട്ടാ, ഈ ചൂടത്ത് എങ്ങനെയാണ് ജോലി എടുക്കുന്നത്? ചൂടത്ത് വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ് ജോലി എടുക്കുന്നത്. പ്രത്യേകിച്ച് ടാർ റോഡ് തൊട്ടടുത്താണ്. അത് തന്നെ നല്ല ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സമാധാനം എന്ന് പറയുന്നത് ഏകദേശം കടലിനോട് ഒരു 50 മീറ്ററോളം ദൂരത്തിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നൊരു ചെറിയ കാറ്റ് കിട്ടുന്നത് കൊണ്ട് ഒരു ചെറിയ സമാധാനമുണ്ട്. പിന്നെ അത്യാവശ്യം സുരക്ഷയൊക്കെ നമ്മൾ തന്നെ സ്വയം ക്രമീകരിച്ചിട്ടുണ്ട്. ചെറിയ കുടയുണ്ട്, ഒരു 1.5 ലിറ്ററോളം വെള്ളം കുടിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ തൽക്കാലം 1.5 ലിറ്റർ മതിയാവില്ല കേട്ടോ. 1.5 ലിറ്റർ വെള്ളം തൽക്കാലം കുടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം പിടിച്ചു നിൽക്കുന്നു. ഇതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, തൊട്ടടുത്ത് തന്നെ ഓട്ടോക്കാരുണ്ട്. നമുക്ക് ഓട്ടോക്കാരോട് കൂടെ ചോദിച്ചു നോക്കാം. കാരണം ഇവരും യാത്രക്കാരെ കാത്തു നിൽക്കുവാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ചൂടൊക്കെ? വേണ്ടി വരിക, ഭയങ്കര ചൂടാല്ലേ? യാത്രക്കാരുണ്ടോ? കുറവാണ്, എന്നാലും കുറവാണ്. ഓട്ടോക്കാരാണെങ്കിൽ ഇവിടെ യാത്രക്കാരെ കാത്തു കിടക്കുന്നു. അതായത് ഈ റോഡ് ഏരിയയിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു ബുദ്ധിമുട്ട്. ഞാൻ ഇവിടെ സെക്യൂരിറ്റിക്കാരുണ്ട്. അതായത് സെക്യൂരിറ്റിക്കാർക്കൊക്കെ തന്നെ ഈ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും കഴിയില്ല. അവർക്ക് ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യേണ്ട ആളുകളൊക്കെ തന്നെയാണ്. ചേട്ടാ, ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് ജോലി എടുക്കുന്നത്? സഹിച്ച് ജോലിക്കുന്ന ഇന്റർലോക്കും ചൂടും എല്ലാം ചൂടായി, കാറ് വരുന്ന ചൂടും എല്ലാം കൂടി സഹിക്കാനില്ല. ഭയങ്കര ചൂടാക്കാറ്, കാറ്റ് വരെ ഇവിടെ കിട്ടാനില്ല. ഈ സ്മൃതി, അതായത് നിലത്ത് ഇന്റർലോക്കാണ്. ഈ ചൂട് കൂടിക്കഴിയുമ്പോൾ ഇന്റർലോക്ക് ചൂടായിട്ട് അത് മുഖത്തേക്ക് ചൂട് ഭയങ്കര അടിച്ചു കയറുന്നുണ്ടല്ലോ. ഇന്റർലോക്ക് ചൂടായിട്ട് മൊത്തം ചൂടടിച്ച് കയറുന്നുണ്ട്. മുഖം പൊള്ളുന്ന ചൂടാണ്. ചൂടുന്ന വേണം. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ? ഓ, ഉണ്ട് ഉണ്ട്. കാരണം ഇവർക്കൊന്നും ജോലി സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഈ 11 to 3 മണി വരെ മാറി നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സാധ്യമല്ലാത്ത തൊഴിലാളികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സിനോജ് ഇപ്പോൾ നല്ല വെയിലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കടുത്ത വെയിലിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ പലയിടത്തും സൂര്യാഘാതമേറ്റ്, കുട്ടികളടക്കം സൂര്യാഘാതമേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ്. എല്ലായിടത്തും ജില്ലാ ഭരണകൂടങ്ങൾ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. പകൽ 11 മുതൽ 3 മണി വരെ വീടിനകത്ത് തന്നെ പരമാവധി വീടിനകത്ത് തുടരുക എന്നുള്ളതാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. വലിയ രീതിയിൽ ചൂട് കൂടാനുള്ള സാഹചര്യം അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഒരു മഴയെങ്കിലും ആശ്വാസമായി പെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്.